ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മുടെ മോട്ടിവേഷന് അല്ലെങ്കിൽ സക്സസ് ആകുവാനൊക്കെ ആയിട്ടുള്ള ഒരു കീ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ അത്യാവശ്യമായ കാര്യമാണ് ക്ലാരിറ്റി എന്നുള്ള കാര്യം. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്, ഓക്കെ എനിക്ക് ഒരൊട്ടും മോട്ടിവേഷനില്ല, അല്ലെങ്കിൽ നമ്മൾ കുറേ മോട്ടിവേഷണൽ വീഡിയോസ് കാണും, പക്ഷേ എന്നാൽ ആ ഒരു സക്സസ്സിലേക്ക് എത്താനായിട്ട് എനിക്ക് പറ്റാതെയൊക്കെ വരും. അങ്ങനെയുള്ള ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി നമ്മളുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് നമ്മൾ ചിന്തിക്കുക. അതുപോലെ തന്നെ പർപ്പസ് ഓഫ് ദ ലൈഫ് എന്നൊക്കെയുള്ള നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളൊരു കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങളൊരു ജോലിയിൽ നന്നായിട്ട് ഒരു എന്താ പറയുക ഹയർ പൊസിഷനിലേക്ക് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആദ്യം നമ്മൾ ആ ഒരു ഹയർ പൊസിഷനിലേക്ക് ശ്രമിക്കുന്നതിനൊപ്പം നമ്മൾ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് അത് വേണ്ടത്. അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് ചിന്തിക്കുക കൂടുതലായിട്ട്, ഓക്കെ എന്തുകൊണ്ട് ഞാൻ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം, എന്തുകൊണ്ട് അതിനുവേണ്ടി എൻ്റെ സമയം ചെലവഴിക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റി നമ്മളുടെ ജീവിതത്തിലേക്ക് വരുത്തുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ബൈബിളിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ബൈബിളിലെ ഹബക്കൂക്ക് പ്രവാചകനെ പറയണത് ഇപ്രകാരമാണ്. 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്നത്, നീ ദർശനം എഴുതുവാനായിട്ടാണ് ദൈവം ആവശ്യപ്പെടുന്നത്. ദർശനം എഴുതുക, പക്ഷെ ആ ഒരു ദർശനം വ്യക്തമായി പലകയിൽ എഴുതുക, ഓടുന്നവന് പോലും വായിക്കുന്ന തക്കം വിധം വേണം എഴുതാനെന്ന്. അതുപോലെ ദൈവം ആവശ്യപ്പെടുന്നതാണ്. നമ്മൾ ഓരോ കാര്യങ്ങളിലും നമ്മൾ ചെയ്യുമ്പോൾ അതൊരു വ്യക്തതയുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് എത്തിപ്പെടുവാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിളായിട്ട് നമ്മളൊരു ഡ്രൈവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി മഞ്ഞും ഒക്കെ ആയിട്ട് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്സിലറേറ്റർ അങ്ങ് മെല്ലെ ചവിട്ടും അല്ലേ. എന്നിട്ട് ഈവൻ ദോ നമുക്ക് അവിടുത്തെ സ്പീഡ് ലിമിറ്റ് 80 അല്ലെങ്കിൽ 120 ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ആ 120 പോവാതെ പിന്നെയും ഇച്ചിരി സ്ലോ ഡൗൺ ചെയ്യും. എന്നാൽ നല്ല തെളിച്ചമുള്ള ഒരു സമയം അല്ലെങ്കിൽ നല്ല പ്രകാശമൊക്കെയുള്ള നല്ല സൺറൈസ് ഒക്കെ ഉള്ള ഒരു സമയമാണെങ്കിലോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നെങ്കിലോ 120 പോകേണ്ടത് നമ്മൾ ആ 120 തന്നെ പോകാനായിട്ട് ശ്രമിക്കും. 80 കിലോമീറ്റർ ആണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നത്. നമുക്കൊക്കെ ആ ഒരു 120 കിലോമീറ്ററിൽ പോകേണ്ട സ്ഥലത്ത് നമ്മൾ ചിലപ്പോൾ സ്ലോ ഡൗൺ ആവുന്നത് നമുക്ക് ആ ഒരു വ്യക്തത അല്ലെങ്കിൽ ക്ലാരിറ്റി, നമ്മൾ എന്തിലേക്കാണ് ആ സക്സസ്സിലേക്ക് എത്തേണ്ടത് എന്നുള്ള ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സക്സസ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ സക്സസിൻ്റെ ഒരു പർപ്പസ് എന്താണെന്നുള്ളത് വ്യക്തമായി എഴുതിക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിൽ തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലി മേഖലകളാവാം, അല്ലെങ്കിൽ നമ്മുടെ അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ വരുന്നതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ബൈബിൾ വായിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ റീഡിംഗ് ഹാബിറ്റിലേക്ക്